നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദമൊക്കെ ഏകദേശം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എത്ര നാളത്തേക്ക് എന്നത് കൃത്യമായിട്ട് വ്യക്തമാക്കാതെയാണ് സസ്പെൻഷൻ. ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ട് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ നിയമസഭാ അംഗമായി തുടരും. ഇനിയൊരു പ്രത്യേക ബ്ലോക്ക് കൊടുത്ത് നിയമസഭയിൽ ഇരിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം. അത് സ്പീക്കറോട് മിക്കവാറും ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള വി ഡി സതീശനോ അത് ആവശ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതിലേക്ക് ഇനി ആരാണ് അടുത്ത അധ്യക്ഷൻ എന്നതിനെക്കുറിച്ചാണ് ചർച്ച. അബിൻ വർക്കിക്കാണ് ചുമതലയെങ്കിൽ പോലും അബിൻ വർക്കിയുണ്ട്, അഭിജിത്തുണ്ട്, പിന്നെ വനിതാ നേതാക്കളുടെ പല ആളുകളുടെ പേരുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ ഒഴിവിലേക്കായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംസ്ഥാന അധ്യക്ഷ പദവി ലഭിച്ചത്. അവരുടെ തിരഞ്ഞെടുപ്പ് രീതികളൊക്കെ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ആയത് എന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിലാണ് അവർ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നത്. അതായത് പ്രത്യേക ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ വ്യാജൻ എന്ന ഒരു വിളിപ്പേര് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ആരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ചരട് ഷാഫി പറമ്പിലിൻ്റെ കൈകളിലാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ AICC ആണെങ്കിൽ പോലും KPCC ആണെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ ആരായിരിക്കണം സംസ്ഥാന അധ്യക്ഷൻ എന്ന് ഒരു തീരുമാനം എടുക്കുന്നതിൽ പ്രധാന ഘടകമാകുന്നത് ഷാഫി പറമ്പിലിൻ്റെ നിലപാടാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള ഉയർന്നു വരുന്ന പേരുകളിൽ ഒരാളുടെ പേര് ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്. പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. കാരണം ഒരുപാട് നാളത്തേക്ക് ചുമതല ആയിട്ട് ഒരാൾക്ക് നൽകേണ്ടതില്ല, സ്ഥിരം അധ്യക്ഷനെ നിയമിക്കണം എന്നുള്ളതാണ് തീരുമാനം. ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയാലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിക്കാതെ തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിലെ ധാരണ. രാഹുലിൻ്റെ പകരക്കാരനായി വരുന്ന പുതിയ സംസ്ഥാന അധ്യക്ഷൻ തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാകണമെന്ന ഉറച്ച നിലപാടിലാണ് A ഗ്രൂപ്പ്. KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള KM അഭിജിത്തിനെ വേണ്ടിയാണ് A ഗ്രൂപ്പ് ചരട് വലിക്കുന്നത്. സ്വന്തം നേതൃത്വത്തിൽ A ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വീണതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി KM അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഏൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. യഥാർത്ഥ A ഗ്രൂപ്പിൽ നിന്ന് മാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം നിന്നിരുന്ന ഷാഫി വർക്കിംഗ് പ്രസിഡന്റ് ആയതോടെ PC വിഷ്ണുനാഥിനെയും കൂടെ കൂട്ടി സ്വന്തം നിലയിൽ A ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഗ്രൂപ്പിന് പുറത്തുള്ള നേതാക്കളുമായുള്ള വ്യക്തിബന്ധം കൂടി ഉപയോഗപ്പെടുത്തിയുള്ള വളർച്ചയ്ക്കാണ് ഷാഫി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ കേരളത്തിലെ നോമിനിയായ AP അനിൽകുമാറാണ് ഷാഫിയുടെ കെണിയിൽ വീണുകിടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. തന്നെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷാഫി നടത്തുന്ന നീക്കങ്ങൾ അനിൽകുമാറിന് മനസ്സിലാകുന്നില്ലെന്നാണ് കോൺഗ്രസിനുള്ളിലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളുടെ പരിഹാസം എന്നതാണ് വസ്തുത. KM അഭിജിത്തിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച മൂലമുണ്ടായ ക്ഷീണം ഷാഫിക്ക് മറികടക്കാൻ സാധിക്കുമോ എന്നതാണ് ഏവരും നോക്കിക്കാണുന്നത്. പക്ഷേ ഷാഫി ഈ പറഞ്ഞതുപോലെ അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ പക്ഷേ ഈ അബിൻ വർക്കിയുടെ കാര്യത്തിൽ ഏത് രീതിയിൽ തീരുമാനമെടുക്കും എന്നതറിയില്ല. കാരണം നിലവിൽ അബിൻ വർക്കിക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KM അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ അബിൻ വർക്കിക്ക് ഏത് പദവി നൽകും എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. KSU വിട്ടിറങ്ങിയെങ്കിലും യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാകാത്തതാണ് അഭിജിത്തിനുള്ള പ്രധാന പോരായ്മയെങ്കിലും ശക്തമായ സമ്മർദ്ദം ചെലുത്തി അഭിജിത്തിനെ അധ്യക്ഷനാക്കാൻ സാധിക്കും എന്നാണ് ഷാഫി തന്നെ അവരുടെ ഗ്രൂപ്പ് യോഗങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട അടുത്ത വൃന്ദങ്ങളോടുമൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതായത് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന KM അഭിജിത്ത് ആ പദവി ഒഴിഞ്ഞതിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലേക്കൊന്നും തന്നെ ഇതുവരെയും വന്നിരുന്നില്ല. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളൊന്നും തന്നെ വഹിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നൊരു ചോദ്യം. എന്നാൽ ശ്രമം ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിൽ OJ ജനീഷിനെ അധ്യക്ഷനായി നിർദ്ദേശിക്കാനാണ് ഷാഫി പറമ്പിൽ ലക്ഷ്യമിടുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഷാഫിയുടെ വിശ്വസ്തനാണ് ജനീഷും. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളയാൾ എന്നതാണ് ജനീഷിന്റെ അനുകൂല ഘടകം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുക സ്വാഭാവിക നീതി പാലിക്കണമെന്ന വാദം ഉയർത്തിയാണ് രമേശ് ചെന്നിത്തല വിഭാഗം അബിൻ വർക്കിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത്. യൂത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 1.8 ലക്ഷം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തുകയും നിലവിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയാണ് സ്വാഭാവികമായും അധ്യക്ഷ പദവിയിൽ എത്തേണ്ടതെന്ന ആണ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിന്റെ വാദം. എന്നാൽ സ്വാഭാവിക നീതി ഉയർത്തിയുള്ള ഐ ഗ്രൂപ്പിന്റെ വാദത്തെ സംഘടനയുടെ ബൈലോ ഉയർത്തി പ്രതിരോധിക്കാനാണ് എ വിഭാഗത്തിന്റെ നീക്കം. തർക്കം മുറുകുന്നതിനിടെ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന ബിനു ചുള്ളിലിനെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ AI ഗ്രൂപ്പുകൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള ചരട് നീക്കം സ്വാഭാവികമായിട്ടും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഷാഫി പറമ്പിലിന് തന്നെയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചരട് കയ്യിലുള്ളത്. ഷാഫി പറമ്പിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും KM അഭിജിത്തിന് വേണ്ടി വാദിക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ ജനീഷിന് വേണ്ടി വാദിക്കും. ജനീഷിനെ വാദിക്കുന്ന ഘട്ടത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു അംഗം എന്ന ഒരു കാര്യം കൂടിയാണ് ജനീഷിൻ്റെ പേരിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജനീഷിന് നൽകണം, അതായത് അഭിജിത്തിന് നൽകിയില്ലെങ്കിൽ. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ അധ്യക്ഷനെ തിരഞ്ഞെടുത്തതൊക്കെ അവരുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തിയാണ്. അതായത് വോട്ടുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിരുന്നത്. അന്ന് അബിൻ വർക്കി രണ്ടാം സ്ഥാനത്തെത്തി 1.80 ലക്ഷം വോട്ടുകൾ നേടിയാണ് അബിൻ വർക്കി രണ്ടാം സ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കി വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ സംഘടനാ സംവിധാനം അനുസരിച്ച് വൈസ് പ്രസിഡന്റായിട്ടുള്ള അബിൻ വർക്കിക്കാണ് ഇനി സംസ്ഥാന അധ്യക്ഷനായിട്ട് അവസരം നൽകേണ്ടത് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ ചെന്നിത്തല വിഭാഗം ആവശ്യപ്പെടുന്നത്. ഐ ഗ്രൂപ്പാണ് ചെന്നിത്തല. അപ്പോൾ അബിൻ വർക്കി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിരവധി സമരങ്ങളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവും ചട്ടക്കൂടും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇനി തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അടുത്ത നേതൃത്വം അബിൻ വർക്കിയെ ഏൽപ്പിക്കണം എന്ന് ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നതോടൊപ്പം അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി മറ്റ് ചില ഗ്രൂപ്പുകളും കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഷാഫി പറമ്പിലിന് ശക്തമായ ഒരു എതിർപ്പ് ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട്. ഈ KPCCയുടെ സംഘടന വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ PC വിശ്വനാഥിനെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു നീക്കം നടത്തിയാൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെയും ശക്തമായ ഒരു എതിർപ്പ് നിലവിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പാർട്ടിക്കകത്ത് ഒരു എതിർപ്പ് നേരിടുന്ന ഷാഫി പറമ്പിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ നിയന്ത്രണം കയ്യിൽ വെക്കുന്നു. അല്ലെങ്കിൽ ഇനിയൊരു പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഷാഫി നിർദ്ദേശിക്കുന്നതാണ് നിയമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഷാഫിയുടെ കൈകളിൽ തന്നെയാകും എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പരാതികൾ നിരവധി ഉയർന്നു കഴിഞ്ഞു. ഇനി ഈ പരാതികൾ KPCCയുടെയും AICCയുടെയും മുന്നിൽ വരുമ്പോൾ ഏത് രീതിയിലാണ് അവർ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനാണ് മേൽക്കോയ്മ എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ അബിൻ വർക്കിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. എന്നാൽ രാഹുൽ വീണതോടുകൂടി ഇനി അടുത്തത് ആര് ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്ന ചോദ്യത്തിന് അല്പം ഉത്തരം കിട്ടാൻ കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത.